നമസ്കാരം. നമസ്കാരം. ഇതാണ് പയ്യൻ. നല്ല സ്റ്റൈലും പയ്യനല്ലേ ചായ? എന്താ പേര്? ജോർജ് കുട്ടി. മുംബൈയിലാ ജോലി. 5-8 കൊല്ലമായിട്ട് സ്പെയർ പാർട്സിന്റെ ബിസിനസ്സാ. അവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റും കാറും ഒക്കെ ഉണ്ട്. നാട്ടിൽ ബന്ധുക്കളായിട്ട് പറയത്തക്ക ആരുമില്ല. ഞാൻ വകയിലൊരു അമ്മാവനാ. ഇതെന്റെ ഭാര്യ. പപ്പ 25 കൊല്ലം മുമ്പ്. അറിയാം, രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്റെ മകനാണ് ആലോചനയുമായി വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു. അല്ല, മക്കൾ എത്രയാ? വർഗീസ് മാപ്പിളയ്ക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. ഇതെന്റെ മൂത്ത മകൻ ക്രിസ്റ്റി. നമസ്കാരം. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാ ജോലി. ഇളയവൻ ജോജി. അവനെവിടെ? ജോജി പ്രസന്റ്. ഞാനിവിടെ ഉണ്ട്. നേർന്ന് കിട്ടിയ സമ്പാദ്യ സെമിനാരിൽ പഠിക്കുക അച്ചമ്പട്ടത്തിന്. കുടുംബത്തിൽ ഒരു പുരോഹിതൻ, അതിന്റെ അന്തസ്സൊന്നു വേറെ തന്നെയാ. ആർക്ക് ഇവിടെ എന്റെ ജന്മം പോയി നിൽക്കുക. ക്രിസ്റ്റി, മോളെ വിളിക്കടാ. ഒറ്റക്കൊണ്ട, ഞാനും വരാം. വന്നില്ലെങ്കിലോ? ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി കേട്ടോ. കൂടുതൽ സുന്ദരിയായ പിന്നെ ഈ കല്യാണം നടക്കില്ല. അതെന്താ? ചെറുക്കന് മാച്ച് ആവില്ല. ഇച്ചേന ആളെ കണ്ടോ? പിന്നെ കണ്ടില്ലേ? നീ പറഞ്ഞു കൊടുക്ക. നീ പറഞ്ഞു കൊടുക്ക. അതെ, അത് ഒരു കണ്ണ് ഇങ്ങനെയാ. പിന്നെ മുടിയില്ല. കാക്കക്കർമ്മനാണെങ്കിലും ചുണ്ടിന് നല്ല ചോമ്പുണ്ട്. പിന്നെ നടക്കുമ്പോഴുള്ള മുടന്തുണ്ടല്ലോ. ഇച്ചേത് ആക്സിഡന്റിൽ വന്ന പോളിയാണോ അതോ? ആക്സിഡന്റിലല്ലേ ചെവി പോയത്? ആണോ? പിന്നെ എന്തായാലും പൂത്ത കാശ. അതുകൊണ്ട് അപ്പച്ചൻ കല്യാണത്തിന് വാക്ക് കൊടുത്തത്. നീ വിഷമിക്കണ്ട മോളെ, വിധിച്ചതല്ലേ നടക്കൂ. ഇച്ചയ, എന്താ ഇത് വല്ല കുട്ടികളെ പോലെ? ഇദ്ദേഹം എന്റെ അനിയനാ, കൊച്ചുതോമ, വില്ലേജ് ഓഫീസറാ. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോ അമ്മയില്ലാത്ത എന്റെ 4 മക്കളെയും കല്യാണം പോലും കഴിക്കാതെ പൊന്നുപോലെ നോക്കി വളർത്തിയത് ഇവനാ. ചക്കനെ സൂക്ഷിച്ചു നോക്ക്. നോക്കാൻ നിനക്ക് പ്രമോഷൻ ആയെന്ന് കേട്ടപ്പോ സന്തോഷം തോന്നി. പക്ഷേ പോസ്റ്റിംഗ് ബോംബെയിലാണെന്ന് അറിഞ്ഞപ്പോ ഈ പ്രമോഷൻ വേണ്ടെന്ന് വെച്ചാൽ യാത്ര ഒഴിവാക്കായിരുന്നു അല്ലേ തോമ? നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് പറയുന്ന ദേ, ഒരു പട്ടാളക്കാരൻ നിസ്സാര കാര്യത്തിന് തളരാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമല്ലോ, ബ്രാഞ്ച് മാനേജറായിട്ട്. ഇച്ചായ, ഇത് കണ്ടോ? ഈ കുടുംബത്തിലുള്ള സകല വട്ടിയും ചട്ടിയും മുഴുവൻ മുംബൈക്ക് കയറ്റിവിടെ ഇവള്. അയ്യോ, ഇതെല്ലാം അത്യാവശ്യം വേണ്ട ചില വീട്ടു സാധനങ്ങളാ. എന്തിനാ മോളെ ഇതൊക്കെ? താമസ സ്ഥലം ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജെസ്സിയുടെ ഫ്ലാറ്റിലല്ലേ. എന്റെ ജയ, ഇതെല്ലാം ചേച്ചിക്ക് കൊടുക്കാനുള്ളതാ. നീ വണ്ടിയിലോട്ട് ട്രെയിൻ എന്റെ പാട്ടിന് പിന്നെ ചായ, സോഫിയ കാണാനുള്ള സമയത്ത് മറക്കണ്ട. അപ്പച്ചൻ കേട്ടിട്ടില്ല? അപ്പച്ചൻ കേട്ടു. ഇവന്റെ കല്യാണം നിന്റെ കാർമ്മികത്വത്തിൽ നടത്തണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ കർത്താവേ, ലോകത്തെവിടെ പള്ളിപ്പെരുന്നാളുണ്ടെങ്കിലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ അപ്പച്ചൻ ഇങ്ങനെ ഓരോന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേർന്ന് ഞാനൊരു നേർച്ച കോഴിയെ പോലെയായി. പിന്നെ ചയ, മുംബൈയാണ്. ഒരുപാട് ഡിസ്കോത്തിക് ബാറുകളും റെഡ് സ്ട്രീറ്റ് ഉള്ള നാടാണ്. കൺട്രോൾ യുവർസെൽഫ്, ബി എ മാൻ, ഓക്കേ? നിനക്കെങ്ങനെ അറിയാം അവിടെ റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന്? സെമിനാരിൽ പഠിപ്പിച്ചിരുന്നു. പാപത്തിന്റെ വഴിയാണ്, ആ വഴിക്ക് പോകരുതെന്ന്. എന്നാടാ പോടാ. टैक्सी चेंबूर जाएगा. അളിയനൊന്ന് നേരത്തെയാണല്ലോ. ഇന്ന് സാറ്റർഡേ അല്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. ജെസ്സി, അളിയന് അന്തേരിൽ തന്നെ ഒരു ഫ്ലാറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച കീ കിട്ടും. അത് നന്നായി. ബാങ്കിൽ പോയി വരാൻ എളുപ്പമാ. ഈ ട്രെയിനിലുള്ള യാത്ര വലിയ പാടാ. 2 ആഴ്ച കൊണ്ട് ബോംബെ മടുത്തു. ശീലമായി കഴിഞ്ഞാൽ പിന്നെ എവിടെ വിട്ട് പോവില്ല. അതാണ് മുംബൈ. നീ എന്താടി വല്ലാതിരിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയേ? സുഖമല്ലേ? ഒന്നുമില്ല. വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നീ ആകെ മാറിയിരിക്കുന്നു. നിന്റെ പഴയ പ്രസരിപ്പും കളിയും ചിരിയും ഒന്നുമില്ല. അത് ഏട്ടന് വെറുതെ തോന്നുന്നതാ. ഏയ്, ക്രിസ്റ്റി പറഞ്ഞത് ശരിയാ. വന്ന അന്ന് മുതലേ ഇവളെങ്ങനെ നാടും വീടും വിട്ടൊരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നും. ഞാൻ പറഞ്ഞതാ, നാട്ടിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റെല്ലേ കൂടി വരുത്താമെന്ന്. അത് വേണ്ട. ഇടി പിണങ്ങല്ലേ? ഓക്കെ, നാളെ സൺഡേ അല്ലേ?
ഇവിടുത്തെ കിച്ചൺ റെസ്റ്റ്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കറങ്ങാൻ പോകാം. ഓക്കെ? ഇതുപോലെ ഇവളെയും കൂട്ടി ഇടയ്ക്കൊക്കെ ഒരു ഔട്ടിങ്ങിന് പോകണം. ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഒരു രസം. അളിയൻ അറിയാഞ്ഞിട്ടാ ഞാൻ എവിടെയും കൊണ്ട് കറങ്ങാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല അല്ലടേ. चलो रे, पंछी खड़ा है. भाग रहा है, पकड़ो रे. നീ ഫ്ലാറ്റിലോട്ട് പോകാം. നീ ഫ്ലാറ്റിലോട്ട് പോകാൻ. किधर भागेगा रे? कंट्रोल रूम. कान भाई मत मारो प्लीज, डोंट शूट मी. साले तू क्या समझा? करीम लाला चदिष्टे मुंबई में तू जिंदा रह सकता क्या? कान भाई तेरे को लाला जी के पास जिंदा लाने को कहा है, जीवन ओढ़ा. आज के बाद कोई मासूम लड़की को बेच के धंधा नहीं करेगा तू. ए पकड़ो साले को. Don't move! Don't move! കരീംലാല അവന് വേണ്ടി നിനക്കൊക്കെ ചാവാന യോഗം. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, Don't move. ഞാനല്ല. അതേടി, ഞാൻ ചെയ്ത കുറ്റത്തിന് തന്നെയാണ് നിന്റെ ഏട്ടൻ ജയിലിലായത്. എന്റെ ബിസിനസ്സിന് നിന്റെ ഏട്ടൻ മുംബൈയിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളൊരു ചതിയനാ. ഇത്രയും കാലം നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ ഏട്ടനോട് പോലും ഒന്നും പറയാതിരുന്നത്. എടി, ഇനി ഞാൻ എല്ലാം വിളിച്ചു പറയും. നിങ്ങളൊരു വൃത്തികെട്ട പിമ്പാണെന്ന്. സ്വന്തം ഭാര്യ പോലും. ഛേ, എന്റെ അപ്പച്ച എല്ലാം അറിയട്ടെ. നിൽക്കാൻ. ജെസ്സി, ജെസ്സി നിന്നോടാ പറഞ്ഞത്. മുംബൈയിൽ വെച്ച് 4-5 പ്രാവശ്യം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ക്രിസ്റ്റിയെ. കൂട്ടുകെട്ടുകൾ ക്രിസ്റ്റിയെ വഴിതെറ്റിക്കുകയായിരുന്നു. ഏതോ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള കശപ്പ് ചെയ്യാൻ. ക്രിസ്റ്റിയോട് പകവീട്ടാൻ വന്നതാണവർ. അവസാനം നഷ്ടപ്പെട്ടത് എനിക്കാ, എന്റെ ജെസ്സിയെ. അപ്പച്ചി, ഇച്ചേന് വേണ്ടി നല്ലൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കണ്ടേ? എന്തിനാ? തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ പറയരുത് ചാ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മോളെയാ. എനിക്കിനി കാണണ്ടവനെ.